അതായത് സ്ഥലത്ത് ഞങ്ങൾ ഇപ്പൊ എത്തും. ഇവിടെ അതിതീവ്രമായ മഴയാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഭാരത് ബെൻസിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് കിട്ടിയ വിവരം പ്രകാരം ഇന്നലെ രാത്രി വരെ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആയിരുന്നു. അതിന്റെ അർത്ഥം ഇന്നലെ അതെ എഞ്ചിൻ വർക്കിംഗ് ആണ്. എഞ്ചിൻ വർക്കിംഗ് ആണെങ്കിൽ അത് അതിനുള്ളിൽ AC വർക്ക് ആവുന്നുണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ അതിന് കാണിച്ചത് എവിടെയാണ് ജിതിൻ? കറക്റ്റ് ആയിട്ട് അതേ സ്പോട്ടിൽ തന്നെയാണ്. അതേ സ്പോട്ടിലാണ്. അതെ. ഇപ്പം താങ്കൾ ഈ പറയുന്ന ഈ സ്പോട്ടിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അതെ ഇപ്പൊ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും. ഇപ്പൊ ഞങ്ങൾ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. ഹൈവേ കയറി. അപ്പം ഈ രക്ഷ ഇപ്പൊ ഇത് അറിയിച്ചിരുന്നു, ആരെങ്കിലും അറിയിച്ചിരുന്നു? ഇപ്പം 16-ാം തീയതി ആണെന്ന് തോന്നുന്നു അല്ലെ അർജുൻ മിസ്സിംഗ് ആവുന്നത്? അതെ അതെ അതെ. അപ്പൊ ആരെങ്കിലും അറിയിച്ചിരുന്നോ ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ്, അർജുനെ കാണാനില്ല എന്നുള്ള കാര്യം? എന്നാണ് നിങ്ങൾക്ക്? ഞങ്ങൾ അങ്കോള സ്റ്റേഷനിൽ മിനിഞ്ഞാന്ന് തന്നെ ഞങ്ങൾ ഉച്ചയാകുമ്പോൾ പോയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിനിഞ്ഞാന്ന് രാത്രി FIR ഇടാൻ നിർബന്ധിച്ചിട്ട് പറഞ്ഞിട്ടും അവർ FIR ഇതുവരെ ഇട്ടിട്ടില്ല. അവർ പറഞ്ഞത് FIR അപകടത്തിന്റെ പിറ്റേ ദിവസം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അന്നും അവരുണ്ടാക്കി തന്നിട്ടില്ല. ഞങ്ങൾ ഒരുപാട് തവണ അവിടുത്തെ നമ്മുടെ കയ്യിൽ ലൊക്കേഷൻ പോലും ആ GPS കാണിച്ചാൽ പോരെ അവർക്ക് എത്രത്തോളം വലിയൊരു പ്രതിസന്ധി ആവുന്ന മനസ്സിലാവാൻ? ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ്, ഇവരെ പെരുമാറ്റം ഇങ്ങനെയാണ്. ഇതില് നമ്മളൊക്കെ ഒരുപാട് കാര്യം പറഞ്ഞിട്ട് അവരൊന്നും ചെയ്ത് ഞങ്ങൾ ഇവിടുത്തെ ഒരു ജിയോളജിക്കൽ സർവേയുടെ മേഡൊക്കെ ഉണ്ടായിരുന്നു. അവർ മുഖേനൊക്കെ അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തി സംസാരിച്ചിട്ടൊന്നും അവര് FIR ഇടാൻ എന്തായാലും വഴങ്ങിയിട്ടില്ല. ഈ ജിതിൻ, ഇവിടെയുള്ള ആരെങ്കിലും MP MLA ആരെങ്കിലും സംസാരിച്ചിരുന്നോ നിങ്ങൾ? ഇവിടുത്തെ മന്ത്രി ഗണേഷ് കുമാറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം മന്ത്രി രാജൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളെ പ്രൈം മിനിസ്റ്റർ ഓഫീസായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പിന്നെ ഫാസ്റ്റ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ഞങ്ങളിത് ഇപ്പൊ സ്പോട്ടിൽ എത്തിട്ടോ. ഇപ്പൊ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ എന്താണ് സ്പോട്ടിൽ കാണാൻ കഴിയണത് ജിതിന്? അവിടെ ഈ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. കുറെ മണ്ണിടിഞ്ഞ് ഇപ്പൊ മഴയാണ്, വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ട്. ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സേഫ്റ്റി ഇഷ്യൂ ഇവിടെ ഉണ്ട് ചെറുതായിട്ട്. മണ്ണ് മാറ്റുന്നുണ്ടോ അവിടെ? അത് കാണാൻ പറ്റുന്നുണ്ടോ ജിതിന്? മണ്ണ് മാറ്റുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ വണ്ടിയിൽ ഇറങ്ങാൻ പോവാണ്. ഞാൻ ഇറങ്ങിയിട്ടേ ഞാൻ എങ്ങനെ തിരിച്ചു വിളിച്ചാൽ മതിയോ? മതി ജിതിൻ, മതി. അർജുന്റെ ബന്ധുവാണ്. അവരിപ്പോൾ ഈ ഒരു അപകടം നടന്ന ആ ദേശീയപാത അവിടേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്കോള ദേശീയപാതയിലാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. 16-ാം തീയതി പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത്. 17-ാം തീയതിയോടുകൂടി തന്നെ അർജുൻ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് അങ്കോള പോലീസ് സ്റ്റേഷനിലടക്കം ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു. FIR രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അനുകൂലമായ ഒരു സമീപനവും അവിടെ നിന്ന് ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. കേരള സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മന്ത്രി ഗണേഷ് കുമാറും K രാജനും ഒക്കെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നല്ല മഴയാണ്, കനത്ത മഴയാണ് ഇപ്പോഴും ആ പ്രദേശത്ത്. അപ്പം അത് രക്ഷാപ്രവർത്തനത്തിന് ഒരു വലിയ തടസ്സമായി, വിഘാതമായി നിൽക്കുകയാണ്. മണ്ണ് മാറ്റുക അത്ര എളുപ്പമല്ല. ഈ കനത്ത മഴയിൽ മാറ്റും തോറും വീണ്ടും ഒരുപക്ഷെ ഇടിഞ്ഞ് വരുന്നുണ്ടാകും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും.